നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സത്യശീല വരൂ. കണ്ടിട്ട് അവളത്ര സത്യശീലയാണെന്ന് തോന്നുന്നില്ല. അതിന് ചേച്ചി എന്തിനാ ടെൻഷൻ അടിക്കുന്നെ? ഏതായാലും ചേച്ചി ഒഴിവാക്കിയ കേസല്ലേ. ആര് ടെൻഷൻ അടിച്ചു? എനിക്ക് ടെൻഷനൊന്നുമില്ല. ഈ പറഞ്ഞതിന്റെ പേരാ ടെൻഷൻ. നിങ്ങളൊന്ന് ചുമ്മാതിരുന്നേ. ചുമ്മാ അതും പറയാതെ ഇവൾ ആരാന്ന് കണ്ടുപിടിക്കാനുള്ള വഴി നോക്ക്. എന്നാലും വിശ്വേട്ടൻ ഈ പരിപാടി ഇതുവരെ ഇല്ലായിരുന്നല്ലോ. അജയഘോഷിന്റെ ഏട്ടനല്ലേ, സ്വാഭാവികം. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നാ നമുക്ക് തുടങ്ങാം. ആദ്യം നമസ്കാരം, പിന്നെ അരമണ്ഡലം, അത് കഴിഞ്ഞ് തട്ടടവുകള്, പിന്നെ നാട്ടടവുകള്, അത് കഴിഞ്ഞ് മുദ്രകള്. എന്തുവായാലും വേഗം ഒന്ന് പഠിപ്പിച്ചാ മതി. അങ്ങനെ എടിപിടിയൊന്നും പറ്റില്ല. എല്ലാത്തിനും അതിന്റേതായ സമയം. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കങ്ങനെ എല്ലാ അടവുകളൊന്നും പഠിക്കണ്ട. ചുമ്മാ കാണിക്കാൻ വേണ്ടി ഒരു 3-4 സ്റ്റെപ്പ് മാത്രം പഠിച്ചാൽ മതി. അത്രയും മതി. സോറി സാർ, അങ്ങനെ പഠിപ്പിക്കാൻ എനിക്ക് അറിയില്ല. നാട്യകലയെ കുറിച്ച് സാർ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഇതിലും ഭേദം അവളായിരുന്നു. അതങ്ങനെ നമ്മളെ ഇഷ്ടത്തിനടുത്ത് പ്രയോഗിക്കാനുള്ളതല്ല. അതൊരു ശാസ്ത്രമാണ്, ദൈവിക ശാസ്ത്രം. മതി മതി മതി, നിർത്ത്. ശാസ്ത്രമോ ദൈവികോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അല്ല, ഇതെല്ലാം കൂടെ എപ്പോ പഠിച്ച് തീർക്കാൻ പറ്റും? അത് പറയും. അതൊന്നും പറയാൻ പറ്റില്ല സാർ. അതെന്താ? നൃത്തം ആജീവനാന്തം തുടരുന്നൊരു തപസ്യാണ് സാർ. കടൽ പോലെയാണത്, ആകാശമാണ് സാർ അതിന്റെ അതിരുകൾ. എന്നാലും ചെറിയ തോതിലൊന്ന് പഠിപ്പിച്ചു തരാൻ പറ്റൂലേ? അത് പഠിക്കുന്ന ആളുടെ കഴിവും ആഗ്രഹവും പോലെ ഇരിക്കും. അത് രണ്ടും എനിക്ക് വേണ്ടുവോളുണ്ടല്ലോ. ശരി, എന്നാ നമുക്ക് തുടങ്ങാം. ആദ്യം നമസ്കാരം. നമസ്കാരം. ദാ ഇങ്ങനെ. അങ്ങനെയല്ല, ദാ ഇങ്ങനെ പിടിക്കണം. ഇത്രയേ ഉള്ളൂ. ചെയ്ത് നോക്കാം. ആദ്യം ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ. അങ്ങനെയല്ല, നമുക്കൊന്ന് പോയി താക്കോൽ പഴുതിലൂടെ നോക്കിയാലോ? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? അയ്യോ അയ്യോ, എന്തു പറ്റി സാർ? ഒന്നുമില്ല. ഒന്നുകൂടെ ചെയ്തു നോക്കാം സാർ. ചെയ്തു നോക്കാം. അയ്യോ, ഇന്നത്തേക്ക് ഇത് മതി സാർ. ബാക്കി ആദ്യം ഇത് പഠിക്ക്, എന്നിട്ടാവാ അടുത്തത്. പ്രാക്ടീസ് മുടക്കരുത്. നേരം കിട്ടുമ്പോഴൊക്കെ ചെയ്തു നോക്കണം. അപ്പൊ ശരി.
അതെ, നമ്മളെവിടെയോ എവിടെയും ഇല്ല. ഉണ്ടല്ലോ. ഇല്ലെന്നേ. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുമല്ലേ? ആണോ? പിന്നില്ലേ. അല്ല, ഇവിടെ എന്താ? ഇവിടുത്തെ വിശ്വനാഥ സാറിനെ ചില അടവുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ വന്നതാ. അപ്പൊ ഇവിടെ ആരുമില്ലേ? ഉണ്ട്, എല്ലാരും ഉണ്ടല്ലോ. എന്നിട്ടെന്താ? ഞാൻ പഠിപ്പിച്ചു. കർത്താവേ, ഈ പ്രായത്തിലും ആ മനുഷ്യൻ? പ്രായം ഒരു അക്കം മാത്രമല്ലേ സാറേ? ആണോ? പിന്നല്ലാതെ. ഞാൻ പോട്ടെ, നല്ല തിരക്കുണ്ട്. മാഡംസ്, മാഡംസ്, നിങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ടായിരുന്ന? എന്ത് ഡിക്രൂസേ? ആ പോയ സ്ത്രീ ഏതാ മാഡം? അറിയില്ല. എന്താ? എനിക്ക് അവരെ എവിടെയോ വെച്ചറിയാം. പക്ഷെ എവിടെ വെച്ചാണെന്നൊരു പിടിയും കിട്ടണല്ലോ. ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അവരാള് ശരിപ്പുള്ളിയല്ല. വിശ്വനാഥ മുതലാളിയെ ഇനി പഠിച്ചു പഠിച്ച് മരിക്കും. ആ, ഇനി അവള് വന്നാ വെടിവെച്ചേക്കട്ടെ മാഡം. അല്ല, ഒന്നും പറഞ്ഞില്ല. ശരി, വെടിവെക്കുന്നില്ല. പേടിപ്പിച്ചു വിട്ടേക്കാം, പോരെ? ഇതെന്തൊന്നും പറയാത്ത? ചേടാ, ഇത് വലിയ കഷ്ടായല്ല. വെടിവെക്കാനും സമ്മതിക്കൂല, വെറുതെ വിടാനും സമ്മതിക്കൂല. ആ, ഇനി എന്താന്ന് വെച്ചാൽ വിശ്വനാഥ മുതലാളി ചെയ്യട്ടെ. അല്ല പിന്നെ അയ്യോ, രക്ഷയില്ല, പറ്റില്ല. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഒന്ന് നിന്നേ. എന്താ? എങ്ങോട്ടാ? അങ്ങോട്ട്. അതെ, ഞാൻ ഈ വീട്ടിലെ സ്പെഷ്യൽ സെക്യൂരിറ്റി ഓഫീസറാ. അതിന് ഞാനെന്ത് വേണം? എന്റെ അനുവാദമില്ലാതെ ആരും ഈ ടെറിട്ടറിയിൽ പ്രവേശിക്കാൻ പാടില്ല. പോയേ, കടക്ക്, കടക്ക് പുറത്ത്. കടന്നില്ലെങ്കിൽ വെടിവെക്കും ഞാൻ. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഓഹോ, സംഘടിതമായ ആക്രമണമാണല്ലേ? അതെ. നീ ആരാ? നീ വിശ്വേട്ടനും തമ്മിലുള്ള ഇടപാടെന്താ? ഇതെല്ലാം പറഞ്ഞിട്ട് നീ അകത്തോട്ട് കേറിയാ മതി. പറയാൻ എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ? വെടിവെക്കട്ടെ മാഡം. എന്താ ഇവിടെ? സത്യശീലേ, വരൂ. വിശ്വേട്ടാ, ഇത് എന്തുദ്ദേശിച്ച? ഉദ്ദേശങ്ങൾ പലതുമുണ്ട്. പക്ഷേ അതെല്ലാം ഇവിടെ വെച്ച് വിസ്തരിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. മറ്റാരുടെയും കാര്യത്തിൽ ഞാൻ ഇടപെടാനൊന്നും വരുന്നില്ലല്ലോ. അപ്പോ എന്റെ കാര്യത്തിലും അത് വേണ്ട. വരൂ. മാഡം, ഇതത് തന്നെ. ഞാൻ പറഞ്ഞില്ലേ, അവൾ ആള് ഭൂലോക തരികിടയാ. നീ ഒന്ന് നിന്നെ. എന്തുവാ ഇവിടെ നടക്കുന്ന വല്ലത് നീ അറിയുന്നുണ്ടോ? ഇവിടെ ഇപ്പൊ ഭയങ്കര സംഭവങ്ങളല്ലേ നടക്കുന്നത്. എന്താ പുതിയത് വല്ലതും സംഭവിച്ചോ? അതെ, സംഭവിച്ചു. നിന്റെ ഏട്ടനെ പുതിയൊരു ബന്ധം തുടങ്ങിയിരിക്കുക. ഏതോ ഒരു സത്യശീല. സത്യശീലയോ? അതാര്?
ഞങ്ങളും ചോദിക്കുന്നേ. ദേ അവളെ കൊണ്ട് അങ്ങേര് മുറിക്കകത്ത് കയറി വാതിലടച്ചിട്ടുണ്ട്.